സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അൻദീപ് സാറിൻ്റെ മെൻറ്റർഷിപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. നമസ്കാരം, എൻ്റെ പേര് ആക്കിബ് ജമാൽ. ഇത്തവണത്തെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിൽ 119ാമത്തെ റാങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ എക്സാം പ്രിപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. 2022 ഞാൻ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്തപ്പം എനിക്ക് 152 മാർക്കായിരുന്നു കിട്ടിയിരുന്നത്. ഇത്തവണ അത് 195 ഇമ്പ്രൂവ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അൻദീപ് സാറിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ മെൻറ്റർഷിപ്പ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനിൽ നമ്മൾ വരുമ്പം ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വേറെ വേറെ ആയിരിക്കും. എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കണ്ടൻറ് സൈഡിലായിരുന്നു. അത് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ പ്രസൻറ്റേഷൻ, അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന രീതി, ഇതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന വേഗത, അതേപോലെ തന്നെ നമ്മൾ എത്രമാത്രം പ്ലസൻ്റായിട്ട് നമ്മൾ അത് അവതരിപ്പിക്കുന്നു, ഇക്കാര്യത്തിൽ അൻദീപ് സാറ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് ഒരുപാട് സെഷൻസിലൂടെ അൻദീപ് സാറിൻ്റെ മെൻറ്റർഷിപ്പ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവർ ബേസിക്കലി നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഈ ഒരു കാര്യത്തിൽ അൻദീപ് സാറിൻ്റെ മെൻറ്റർഷിപ്പ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഇൻ്റർവ്യൂവിനെ UPSC വിളിക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റിനാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അവിടെ കാണിക്കാൻ സാധിക്കുകയും, അതേപോലെ തന്നെ ഈവൻ നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ പോലും അത് നമ്മളൊരു കുറെ കൂടി പോസിറ്റീവായിട്ട് അറിയില്ല എന്നുള്ളതിന് അപ്രോച്ച് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുള്ളൊരു അഷുറൻസ് അവർ ബോർഡിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അവർ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത് അൻദീപ് സാറിൻ്റെ സെഷൻസിലൂടെയായിരുന്നു. അതോടൊപ്പം തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിലോട്ട് വരുമ്പോഴും ബോർഡിൻ്റെ മുമ്പിലെത്തുമ്പോൾ പലപ്പോഴും നമുക്കൊരു സ്ട്രെസ് നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാമെന്നുള്ള രീതിയിൽ ടിപ്സും എനിക്ക് കിട്ടിയായിരുന്നു. നമ്മൾ ഈ UPSCയുടെ ഇന്നൊരു പാറ്റേണിലോട്ട് നോക്കുമ്പം നമുക്ക് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഏരിയയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിലോട്ട് വളരെ കൃത്യമായിട്ട് നമ്മളൊരു അപ്രോച്ചോടെ അതിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നല്ല ഡിവിഡൻഡ് അതിൽ നിന്ന് കിട്ടും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ എവറി വൺ ഹു ഈസ് പ്രിപ്പയറിംഗ് ഫോർ സിവിൽ സർവീസ് ഇൻ്റർവ്യൂസ്.